good morning. This is Wednesday morning. എപ്പോഴത്തെയും പോലെ ഇന്നും രാവിലെ തന്നെ വന്നൊരു ചായയൊക്കെ ഇട്ടു. ആദ്യം കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ചായയും കുടിച്ചു. പുട്ടും മീൻകറി ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അതിനായിട്ട് പുട്ട് പൊടിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ മീൻ കറി ഉണ്ടാക്കാനുള്ള മീനൊക്കെ തലേന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുക്കാനിടുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വേപ്പിലയും കുറച്ച് ഉലുവയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിന് തേങ്ങയുടെ കൂടെ തന്നെ വറുക്കാറുണ്ട്. തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ പുട്ടും റെഡി ആവേണ്ടിട്ട് കൈ വിടാതെ തേങ്ങ ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. അതായത് ഉത്തമ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ തേങ്ങ അപ്പുറത്ത് കരിഞ്ഞിട്ടുണ്ടാകും. പിന്നെ കറിക്ക് വേറെ തേങ്ങ ചിരകേണ്ടി വരും. തേങ്ങ ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിച്ച് കളയരുത്. പൊടിയിടുമ്പോൾ കുറച്ചിട്ടിട്ട് വേണം എടുക്കുക. എന്നിട്ട് ചൂടാറുമ്പോൾ അത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. അതിനുശേഷം കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മീനൊന്ന് പതിയെ റോസ്റ്റ് ചെയ്തെടുക്കും. നല്ലപോലെ വേവിക്കില്ല, ചെറുതായിട്ട് ഒന്ന് വേവിക്കും. അപ്പോൾ നമ്മൾ കറിയിലിടുമ്പോൾ മീൻ ഉടഞ്ഞു പോകില്ല. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇത്രയിട്ട് മൂപ്പിച്ചിട്ട് തക്കാളിയും ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും ഒഴിക്കും. അതിനുശേഷം അരപ്പ് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മീനൂട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കും. അപ്പോഴത്തേക്കും പുട്ടിൻ്റെ പണി അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ അടുപ്പത്ത് തന്നെ അച്ചിങ്ങി ഉണ്ടാക്കാനുള്ള കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വേപ്പിലയും വറ്റൽമുളകും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും കുറച്ച് മുളകും അച്ചിങ്ങപ്പയറും ആവശ്യത്തിന് ഉപ്പിട്ട് മൂടി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻ അവിടെ തിളച്ച് ഒരുവിധം പറ്റി റെഡിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ നേരെ തന്നെ ചെന്ന് അരി അടുപ്പത്തിട്ടു. ലേറ്റായിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ലഞ്ച് കൊണ്ടുപോകണ്ട, അപ്പോൾ ചോറ് വേവില്ല. ഒരു 7 മണിക്ക് അരി അടുപ്പത്തിട്ട് 8-8:30 ചോറ് റെഡിയാവും. അതിനുശേഷം പാത്രവും കഴുകി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നത്തോലി ഇട്ടായിരുന്നു, അപ്പോൾ അത് പൊരിക്കാനിട്ട്. അപ്പോൾ പിള്ളേർക്ക് ലഞ്ചിന് അത് കൊടുത്തുവിടാമല്ലോ. പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.